KM മാണി സ്മാരകത്തിന് ഭൂമി അനുവദിച്ചു. തിരുവനന്തപുരം കവടിയാറിൽ 25 സെന്റ് സ്ഥലമാണ് അനുവദിച്ചത്. 2021 ബജറ്റിൽ തോമസ് ഐസക്കാണ് മാണി സ്മാരകത്തിന് 5 കോടി രൂപ അനുവദിച്ചത്. സേഫുണ്ട് വിവരങ്ങൾ നൽകാനായി. സേഫ്, മുന്നണി മാറ്റ ചർച്ചകളൊക്കെ ഇങ്ങനെ സജീവമായി നടക്കുന്നു ഒരു വശത്ത്. അതിനിടയിൽ KM മാണി സ്മാരകത്തിന് ഭൂമി അനുവദിക്കുന്നു. ഇതിന് പിന്നിലുള്ള ഒരു രാഷ്ട്രീയ ചിത്രം എന്താണ് സേഫ്? കേരള കോൺഗ്രസ് KM മാണി രൂപീകരിച്ച പാർട്ടിയാണ്. ആ പാർട്ടി മുന്നണി വിട്ട് പുറത്തേക്ക് പോകുന്നു എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പുറത്തു വന്നതാണ്. പലതരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് പുറത്തു വന്നത്. അവർക്ക് തിരുവനന്തപുരത്തെ സീറ്റ് നൽകി അവരെ സമാധാനിപ്പിക്കാനുള്ള ചില നീക്കങ്ങൾ CPM നടത്തുകയായിരുന്നു. ഇതിനിടയിലാണ് KM മാണി സ്മാരകവുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന തീരുമാനങ്ങൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗം എടുത്തിരിക്കുന്നത്. 2021 ബജറ്റ്, അതായത് ആദ്യ പിണറായി സർക്കാരിൻ്റെ അവസാന ബജറ്റ്, അത് സമ്പൂർണ്ണ ബജറ്റായിരുന്നു. അന്ന് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കാണ് അന്ന് ബജറ്റ് അവതരിപ്പിച്ചത്. തോമസ് ഐസക് അന്ന് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ കൂടുതൽ കാലം നിയമസഭാ സാമാജികനായിരുന്ന, കൂടുതൽ കാലം മന്ത്രിയായിരുന്ന, കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള KM മാണിക്ക് സ്മാരകം പണിയാൻ വേണ്ടി 5 കോടി രൂപ അനുവദിക്കുന്നു. തിരുവനന്തപുരത്ത് ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് അത് പണിയാം എന്നുള്ള തീരുമാനമാണ് എടുത്തിരുന്നത്. പക്ഷേ രണ്ടാം പിണറായി സർക്കാർ വന്ന് ഇതുവരെ അതിനകത്തൊരു അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല. ബജറ്റിൽ പണം അനുവദിച്ചെങ്കിലും അതിന് സ്ഥലം കണ്ടെത്തുകയോ അതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളൊന്നും ഉണ്ടാവുകയോ ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ KM മാണിയുടെ പാർട്ടി, ജോസ് കെ മാണി നയിക്കുന്ന പാർട്ടി മുന്നണി വിട്ടു പോകും എന്നുള്ള അഭ്യൂഹങ്ങൾ പടർന്നതിനിടയിലാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം ആ തീരുമാനമെടുത്തിരിക്കുന്നത്. കവടിയാറിൽ 25 സെന്റ് സ്ഥലം പാട്ടത്തിന് നൽകാൻ വേണ്ടിയുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. KM മാണി മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. 6/1 100 രൂപ നിരക്കിൽ 30 വർഷത്തേക്ക് പാട്ടത്തിന് നൽകാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് അസ്വാഭാവികതയൊന്നും ഇല്ല എന്ന് നമുക്ക് പുറത്തു നിന്ന് കാണുന്നവർക്കോ അല്ലെങ്കിൽ മന്ത്രിമാർക്കോ ഒക്കെ പറയാം. പക്ഷെ അതല്ല വസ്തുത. ഇത് ജോസ് കെ മാണിയുടെ പാർട്ടിയെ സമാധാനപ്പെടുത്താൻ, അവർക്ക് നൽകിയ വാഗ്ദാനം പാലിക്കാൻ വേണ്ടിയാണ് ഇതിപ്പോൾ അനുവദിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അജി.